ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു കടച്ചക്ക തോരൻ വെക്കണം കേട്ടോ. അതിന് മൂത്ത കടച്ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലുള്ളതല്ല, കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊരു എന്താ പറയുക അടിപൊളിയായിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അത് കട്ട് ചെയ്ത് ചെറുതായിട്ട് തൊലിയൊക്കെ ചെത്തിയിട്ട് കട്ട് ചെയ്ത് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. വെള്ളത്തിലിട്ട് വെക്കണ ഗുണം എന്താ വെച്ചാൽ അത് കളറ് മാറില്ല. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകും വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിൽ ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളിയാണ് എപ്പോഴും നമ്മുടെ നാടൻ ഫുഡിന് ടേസ്റ്റ്. വെളിച്ചെണ്ണയും നമ്മുടെ നാടൻ വെളിച്ചെണ്ണയും ചെറിയ ഉള്ളി അപ്പോൾ തന്നെ ടേസ്റ്റ് ഒന്ന് കൂടും. നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കത് ഒന്ന് കളർ മാറണം ചെറിയ ഉള്ളി. എന്നിട്ട് നമ്മൾ കടച്ചക്ക അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് വരണ്ടട്ടെ. ഇനി നമ്മൾ കടച്ചക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഒരു 1/4 സ്പൂണ് മുളകും പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ സിമ്മിലിട്ടിട്ട് വേണം നമുക്കത് വേവിച്ചെടുക്കാം. അഥവാ നമുക്ക് വെള്ളം വേണം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുക. വെന്ത് ഉടഞ്ഞ് പോകരുത്. അത് അങ്ങനത്തെ വെള്ളം ഒഴിച്ച് കണ്ട് വേവിച്ചെടുക്കരുത്. നല്ല സിമ്മിലിട്ടിട്ട് നല്ല അടച്ച് വെച്ചിട്ട് വേവിച്ച ആ സമയം കൂടെ നമുക്കൊരു അരപ്പുണ്ടാക്കാം. തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, 3-4 അല്ലി വെളുത്തുള്ളി, ചെറിയ ജീരകം ഇതൊന്ന് അരച്ചെടുക്കുക. ആ സമയം കൊണ്ട് നമുക്കത് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് ഈ തേങ്ങ അരപ്പ് എന്താക്കുക, ഒന്ന് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. ഓക്കെ. ഇത് സിമ്മിലിട്ടിട്ട് വീട്ടിൻ്റെ ശേഷം മൊബൈൽ തോണ്ടാൻ പോകരുത്. കാരണം നമ്മൾ വെള്ളം ഒഴിക്കാതെയാണിത് ഉണ്ടാക്കുന്നതെല്ലാം ഓർമ്മ വേണം. 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങ ഒന്ന് വെന്ത് കിട്ടും, ആ പച്ചമുളകൊന്ന് മാറി കിട്ടും. എന്നിട്ട് കുറച്ച് ഇളക്കി കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വെച്ച് നോക്കി വെന്ത് പോകാതെ ഉടയാതെ വേണം ചെയ്തെടുക്കട്ടോ. താങ്ക് യു.